ഹായ്, ഞാൻ ജിജി. ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി നടത്തുന്നു. ഞാനിന്ന് വന്നേക്കുന്നത് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കുട്ടികളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ ആരും പുറത്തോട്ടൊന്നും പഠിക്കാൻ പോകുന്നില്ലേ, അതെന്താ കാര്യം, റീലൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പേരൻസും കുട്ടികളും ഒക്കെ കൺഫ്യൂസ്ഡ് ആണ്. എന്തുകൊണ്ടാണ് ഈ സ്റ്റഡി അബ്രോഡ് പുറത്തോട്ട് പിള്ളേർ പഠിക്കാൻ പോകാൻ ഇപ്പോൾ വിസമ്മതിക്കുന്നത്, അല്ലെങ്കിൽ അവർ നോക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന്. ശരിയാണ്, ഇപ്പോൾ തീരെ കുട്ടികൾ പഠിക്കാൻ പോകുന്നില്ല, ശരിയാണ്, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഈ റീല് കണ്ടിട്ടല്ല നിങ്ങളുടെ ലൈഫിൻ്റെ ഡിസിഷൻ എടുക്കേണ്ടത്. ഞാൻ നേരത്തെ സമ്മതിച്ച കാര്യം, അതായത് ഇപ്പോൾ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് കുറവാണ്. അതിനുള്ള കാരണം റീലിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളോ അല്ല. അതിനുള്ള ആക്ച്വൽ കാരണം ഓരോ കൺട്രിയുടെയും റൂൾ ചേഞ്ചസ് വന്നതുകൊണ്ടാണ്. കാനഡ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, കാനഡയിൽ ക്യാപ്പ് കൊണ്ടുവന്നു. ക്യാപ്പ് എന്ന് വെച്ചാൽ ഇത്ര കുട്ടികളെ മാത്രമേ അങ്ങോട്ടേക്ക് എടുക്കുകയുള്ളൂ ഇയർലി എന്നുള്ള കാര്യം കൊണ്ടുവന്നു. അതുപോലെ സ്റ്റേ ബാക്കിന് ഇന്ന പ്രോഗ്രാംസ് എടുക്കുന്നവർക്കാണ് സ്റ്റേ ബാക്ക് എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് ചെയ്യുന്നവർക്കാണ് സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഫണ്ട് കാണിക്കേണ്ട, അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഫണ്ട് കുറച്ച് കൂടുതലാക്കി. അങ്ങനെയുള്ള കുറേ റൂൾ ചേഞ്ചസ് വന്നതുകൊണ്ടാണ് കാനഡ എന്ന് പറയുന്ന കൺട്രിയിലോട്ട് കുട്ടികൾ പോകാണ്ടായത്. അതുപോലെ തന്നെ യു കെയുടെ സ്റ്റേ ബാക്ക് കുറച്ചു. യു കെയുടെ ഏറ്റവും അഫക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടുന്ന് പിള്ളേർ നേരത്തെ യു കെയിലോട്ട് ഒത്തിരിയേറെ പോകണമുണ്ടായിരുന്നു. അവരെല്ലാം ചെന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു വർക്ക് പെർമിറ്റിൽ കയറും. അതായത് ഒരു കെയർ ഹോമിൽ അങ്ങനെ ഒരു ജോബിന് കയറിയിട്ട് അവർ പിന്നെ പഠിക്കുകയില്ല. അവരുടെ ആ പഠിത്തത്തിൻ്റെ വീസ മാറ്റിയിട്ട്, സ്റ്റഡി വീസ മാറ്റിയിട്ട് അവർ വർക്ക് പെർമിറ്റിലോട്ട് മാറും. അങ്ങനെ ആയിരുന്നു കുറേ നാളുകൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ലാസ്റ്റ് ഇയർ ആ ഗവൺമെൻറ് അത് ടോട്ടലി മാറ്റിയിട്ട്, നിങ്ങൾ പഠിക്കാനാണ് പോകുന്നതെങ്കിൽ പഠിച്ച് തീർത്തിട്ട് മാത്രമേ വിസ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു കണ്ടീഷനാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾ അവരുടെ എയിം എന്ന് വെച്ചാൽ എന്താ, അവിടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കൂടുതലായിട്ട്. അങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നത് കൊണ്ട് പഠിക്കണം എന്നുള്ള കുട്ടികൾക്ക് മാത്രമായി യു കെയിലോട്ട് പോകേണ്ട കാര്യം. യു കെയിൽ നമ്മൾ പോകുന്ന കോഴ്സ് പഠിച്ച് തീർത്താൽ മാത്രമേ നമുക്ക് വിസ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. അതുപോലെ തന്നെ മേജറായിട്ട് വന്ന അടുത്തൊരു ചേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്പൗസിന് ഫാമിലിനെ കൊണ്ടുപോകാനായിട്ട് ആകെ MRS പ്രോഗ്രാം, മാസ്റ്റർ ഓഫ് റിസർച്ച് പ്രോഗ്രാമിന് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ PhD എടുത്താൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊരു കാര്യം കൊണ്ടുവന്നതാണ്. ഈ രണ്ട് വലിയ ചേഞ്ചസ് വന്നപ്പോൾ തന്നെ ഇവിടുന്ന് പോകുന്ന കുട്ടികളുടെ എണ്ണം തീരെ അങ്ങ് കുറഞ്ഞു പോയി. പിന്നെ ഈ വർഷം അവർ കൊണ്ടുവന്ന ഒരു കാര്യമായിരുന്നു സ്റ്റേ ബാക്ക് കുറച്ചത്. ഒരു വർഷത്തെ കോഴ്സ് പഠിച്ചാലും 2 വർഷം സ്റ്റേ ബാക്ക് കിട്ടുന്നത് ഇപ്പോൾ 1 വർഷത്തെ കോഴ്സോ 2 വർഷത്തെ കോഴ്സോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താലും നിങ്ങൾക്ക് 18 മാസം, അതായത് 1.5 വർഷമേ സ്റ്റേ ബാക്ക് കിട്ടുകയുള്ളൂ എന്നായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ യു കെയിൽ വന്ന ചേഞ്ചസ്. ആ ഒരു ചേഞ്ച് നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ പഠിക്കണം എന്നുള്ള കുട്ടികൾക്ക് എപ്പോഴും നല്ല ചേഞ്ച് തന്നെയാണത്. നിങ്ങൾ പഠിക്കാൻ പോകുന്നു, 1 വർഷം പഠിച്ചാൽ മാസ്റ്റേഴ്സ് ഡിഗ്രി നമ്മുടെ കയ്യിൽ കിട്ടും. ലോകത്തെ എവിടെ കൊണ്ട് കാണിച്ചാലും വാല്യൂ ഉള്ളൊരു ഡോക്യുമെൻറ്റ്, വാല്യൂ ഉള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടും. അതും അഫോർഡബിൾ എമൗണ്ടിന്. നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ MBA പഠിക്കുന്ന സെയിം എമൗണ്ട് വെച്ച് തന്നെ യു കെയിൽ നമുക്ക് MBA ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് വേൾഡിൽ എവിടെ കൊണ്ടുപോയാലും വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ്, US റാങ്കിങ്ങിൽ, യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിലൊക്കെ നല്ല റാങ്കുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യും. സോ അങ്ങനെ നോക്കുക, അതായത് എന്താണ് ശരിക്കും വന്ന പ്രോബ്ലം എന്നുള്ളത് നോക്കുക. പിന്നെ ജോബ് കിട്ടുന്നില്ല എന്ന്, ജോബ് നമ്മൾ വിചാരിക്കുന്ന ജോബ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ആകെ ഒരു കുഴപ്പം. നമ്മൾ പഠിച്ചത് ഇപ്പോഴത്തെ റൂൾ ചേഞ്ച് ഒക്കെ അനുസരിച്ച് നിങ്ങൾ പഠിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് ജോലി വേണം എന്ന് തന്നെ അവരാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ പഠിക്കുന്നത് എന്താണോ നന്നായിട്ട് പഠിച്ച് തീർത്താൽ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ജോലി കിട്ടും എന്നുള്ളത് അവർക്കൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ ഒരു റൂൾ അവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. സോ ഇനി ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇന്നത്തെ കൊടുത്തേക്കാം. എൻ്റെ പേര് ജിജി എന്നാണ്, നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെയാണ് റൂൾ ചേഞ്ച്, എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഓരോ കൺട്രിയും അവരുടെ റൂൾസ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ന്യൂസിലൻഡ് ഫണ്ട് കൂട്ടി,
അതുപോലെ തന്നെ അങ്ങനെ ഓരോന്ന് ഓസ്ട്രേലിയ ആയാലും ഫീസ് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ കൺട്രിക്കും അവിടെ റൂൾ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇവിടുന്ന് കുട്ടികൾ അങ്ങോട്ടേക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ട്. അല്ലാതെ റീൽസുകാർ പറയുന്നത് പോലെ അല്ല. സോ നിങ്ങളൊരു റീല് കണ്ടിട്ടല്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, കുട്ടികളാണ് എല്ലാവരും, നിങ്ങൾ ഒരു റീല് കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ അല്ല, ഒരു കൺട്രിയുടെ ഡയറക്റ്റ് അവരുടെ സൈറ്റ് ഉണ്ടല്ലോ, ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടല്ലോ, ആ വെബ്സൈറ്റ് നന്നായിട്ട് വായിക്കുക. എന്തായാലും നമ്മുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മളും കുറേ റെസ്പോൺസിബിൾ ആണ്, ഈ സ്റ്റുഡൻസും. അതുകൊണ്ട് അവർ നന്നായിട്ട് വായിക്കുക. എന്തൊക്കെയാണ് റൂൾ ചേഞ്ചസ് വന്നത്, അത് നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നൂടെ നോക്കിയിട്ട് മാത്രം ഒരു സ്റ്റഡീസോ പെർമനന്റ് റെസിഡൻസിയോ എന്തിനായാലും ഇറങ്ങിയാൽ മതി. പിന്നെ ഞാനും ഒരു കൺസൾട്ടൻ്റാണ്, ഞാനും ഒരു കമ്പനി നടത്തുകയാണ്. നിങ്ങളോട് IELTS ഇല്ലാതെ പോകാമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് UK-ക്കും സ്വീഡനും മാത്രമാണ് ഞാൻ IELTS ഇല്ലാതെ പോകാമെന്ന് പറഞ്ഞേക്കുന്നത്. IELTS ഇല്ലാതെ പോകാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷെ എല്ലായിടത്തും IELTS ഇല്ലാതെ പോക്കൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് ലാംഗ്വേജ് എബിലിറ്റിൻ്റെ കാര്യം, അത് ചിലപ്പം വേവർ കിട്ടാനുള്ള ചാൻസ് ഉള്ള കൺട്രി ആയിരിക്കും. അതൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യാം. പിന്നെ ഉള്ളത് PR ആണ്. എല്ലാവർക്കും PR ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് PR ഞാൻ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് PR കിട്ടുമെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ബ്ലണ്ടർ. കാരണം ആ കൺട്രിയുടെ PR റൂൾസ് അനുസരിച്ചാണ് നിങ്ങൾക്ക് PR കിട്ടുന്നത്. ഇപ്പം കാനഡ ഇടയ്ക്കിടയ്ക്ക് റൂൾ ചേഞ്ചസ് ആണ് PR-നൊക്കെ ആയാലും. അതുപോലെ ഓരോ കൺട്രിക്കും അവരുടെ സ്കിൽ ഓക്യുപ്പേഷൻ ലിസ്റ്റ് അവർ സർവേ ഒക്കെ നടത്തിയിട്ട് ഓരോ വർഷം അല്ല 2 വർഷം കൂടുമ്പോഴും അവർ ചേഞ്ച് ചെയ്യും. അതനുസരിച്ചാണ് നിങ്ങൾക്ക് PR കിട്ടുന്നത്. പക്ഷേ നിങ്ങൾക്ക് PR-ന് എലിജിബിൾ ആവുന്നത് നിങ്ങൾ അവിടെ പഠിച്ചതിൻ്റെ ബേസിസിലാണ്. നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്കോർ കിട്ടും. നിങ്ങളവിടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്കോർ കിട്ടും. ആ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് PR-ലോട്ട് മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ആ PR-ന്റെ ക്രൈറ്റീരിയാസ് എല്ലാം നിങ്ങൾക്ക് മീറ്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് PR കിട്ടും. അല്ലാതെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് പഠിക്കാൻ പോകുന്ന കൊച്ചിനോട് PR ഗ്യാരണ്ടി എന്ന് പറയുന്നിടത്ത് നിങ്ങൾ നിൽക്കരുത്. എന്താ ഇത് ഞാൻ പ്രത്യേകം പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ 1-2 കൺസൾട്ടൻസ് ഒക്കെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാലും കൺസൾട്ടൻസിൻ്റെ എല്ലാം മേളിൽ അങ്ങനെ തന്നെ ഒരു പേര് കിടക്കുന്നത്. എല്ലാവരും മിസ്ലീഡ് ചെയ്തു എന്നാണ്. ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കൺസൾട്ടൻസ് ഉണ്ട്. നിങ്ങൾ അവരെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് നോക്കുക, അഡ്മിഷൻ ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ സ്റ്റഡിഗോ ഓവർസീസ് കൺസൾട്ടൻസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് നടത്തുന്നത്. എൻ്റെ പേര് ജിജി എന്നാണ്. ഞാനിവിടെ നിങ്ങൾക്ക് പറ്റത്തില്ലാത്തൊരു കാര്യമാണെങ്കിൽ അത് പറ്റത്തില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞിരിക്കും. ഓക്കെ, അത് ഞാൻ പറയുന്നൊരു ഗ്യാരണ്ടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് പറ്റത്തില്ല എന്നൊരു കാര്യത്തിന് ഞാൻ നിങ്ങളെ വലിച്ചഴക്കില്ല. ഓക്കെ, അപ്പം റൂൾ ചേഞ്ച് എന്താണെന്നും സ്റ്റഡി അബ്രോഡ് നിന്നുപോയോ എന്ന് കണ്ടമാനം പേരുടെ ക്വസ്റ്റ്യൻസിനും ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ ഇപ്പം ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ റൂൾ ചേഞ്ചസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പ്രോഗ്രാംസിനെ പറ്റിയിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് എൻ്റെ നമ്പറാണ്. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ എപ്പോഴായാലും അവൈലബിൾ ആയിരിക്കും. ഇൻ കേസ് ഫോൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് റെസ്പോൺസ് തന്നോളാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.